ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാം. നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. പോസ് ചെയ്യുന്ന ഓപ്ഷനില്ല, അതിൽ പൊട്ടിച്ച് വയ്ക്കാം. ബുൾസൈ വരെ ഉണ്ടാക്കാം. ഇനി മുളക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടെടുക്കട്ടെ. മുളക് ഇട്ടെടുക്കില്ല, ബുൾസൈലൊക്കെ ഇട്ടെടുക്കണോ? ഇത് എണീറ്റ് വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറയൂ. അപ്പോൾ ഇത് ആ തൈര് നമ്മൾ പാത്രത്തിൽ ഇങ്ങനെ പരത്തി വെക്കട്ടോ. ഇത് കട്ട തൈരാണെന്നുണ്ടെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ജ്യൂസിനെക്കാട്ടിലും. അപ്പോൾ കട്ട തൈര് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട്. മിറ്റത്തെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ മല്ലിയില അത് മാത്രം നമ്മൾ തൈരിൽ ചേർത്ത് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അത് അത്യാവശ്യം തൈര് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം തൈരാണോ എടുക്കുന്നത് അതിനനുസരിച്ചാവും ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മളെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എന്താണ് ഉള്ളിലത്തെ മറ്റേ മഞ്ഞ ഉണ്ണി ഉണ്ടല്ലോ, അത് കൂടുതൽ വേവുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയൊരു വേവ് തന്നെ അതെടുക്കാം. നമ്മളിതിൻ്റെ ടേസ്റ്റ് കാരണം രണ്ടാമത് വീണ്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 3 മുട്ട വെച്ചിട്ട് കുട്ടിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അവർക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ മുട്ട കുറച്ച് കൂടുതൽ വേവിച്ചു. മൂക്കാനെ നിൽക്കണ ഇഷ്ടമില്ല അതിൻ്റെ പേരിൽ. അപ്പോൾ എന്താക്കി അതിൻ്റെ ടേസ്റ്റ് കുറഞ്ഞിട്ടോ. അപ്പോൾ അത്ര കണ്ട് വേവിക്കരുത് മുട്ട. അപ്പോൾ നമ്മൾ ഒലിവ് ഓയിൽ വെച്ചെടുത്തിട്ടുണ്ട്. പകരം ഇതിലേക്ക് ഓയിലോ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു അല്ലി 2 അല്ലി വെളുത്തുള്ളി മതി. നെക്സ്റ്റ് എടുത്തത് എന്താണ്? അടുത്തതായി ഇതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. വെന്തോ ഇടണ്ട. ഈ സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടാ. അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. അപ്പം നമ്മൾ അടിപൊളി ടേസ്റ്റി ആൻഡ് ഹെൽത്തി സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അത്. അപ്പം റെസിപ്പി കണ്ടിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണിത്. ഒരു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കാണുമ്പം തൈര് മുട്ട എങ്ങനെ കഴിക്കുക എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. പക്ഷെ ഇത് കഴിച്ച് നോക്കുമ്പോൾ ടേസ്റ്റ് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ഇനി നല്ലൊരു വീഡിയോസുമായിട്ട് വരുന്നതാണ്.